കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഈ TV പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മുടെ കൂടെ വരുന്നവനായ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം കണ്ടു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി തൻ്റെ വലങ്കൈ കൊണ്ട് വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം കണ്ടു. എന്നാൽ ഇന്ന് വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് യെശയ്യാ 45 അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം, ധ്യാനിക്കാം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ കർത്താവായ ദൈവം, നമ്മുടെ അമ്മേൻ കൂടെ വരുന്നവൻ, നമ്മുടെ വലങ്കയ്ക്ക് പിടിക്കുന്നവൻ. എന്നാൽ ഇന്ന് വീണ്ടും കർത്താവ് നമ്മൾ ഉറപ്പിച്ചു പറയുക, അമ്മേൻ അവൻ നമ്മുടെ മുമ്പായി നടക്കുന്ന ദൈവം കൂടെയാണ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരിക്കൽ കൂടെ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? എൻ്റെ ദൈവം, അമ്മേൻ എൻ്റെ വിഷയങ്ങളിൽ എനിക്ക് മുമ്പേ പോകുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മുൻപാകെ എൻ്റെ ദൂതനെ അയക്കും. ഇവിടെ തിരുവചനം പറയുന്നു, അമ്മേൻ ഞാൻ നിനക്ക് മുമ്പാകെ പോകും. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ട ദുഃഖിച്ചാണോ ഈ വചനം കേൾക്കുന്നത്, എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുക, ഞാൻ നിനക്ക് മുൻപാകെ പോകും. ഹല്ലേലൂയ. അമ്മേൻ. നമ്മളെപ്പോഴും നമ്മളെ കൊണ്ട് നമ്മുടെ ബലത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും, കർത്താവേ ഞാനങ്ങ് തനിയെ പൊക്കോളാം, ഞാൻ ചെന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ട് എന്നിട്ട് ഞാനെല്ലാം ഡീൽ ചെയ്തിട്ട് പിന്നെ വന്ന് അങ്ങേയും കൊണ്ട് പൊക്കോളാമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ജീവിതമല്ല. അമ്മേൻ. കർത്താവിനെ മുന്നമേ അയക്കാൻ എത്ര പേർ തയ്യാറാകുന്നു? നിങ്ങളുടെ വിഷയം എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, നിങ്ങളത് ഡീൽ ചെയ്യുന്നതിന് മുമ്പ്, കർത്താവെ അങ്ങ് അതിന് മുൻപേ പോകണമേ, അങ്ങ് എനിക്ക് മുൻപാകെ ചെന്ന് ഈ വിഷയങ്ങളെ അമ്മേൻ ഹല്ലേലൂയ കൈകാര്യം ചെയ്യണമേ എന്ന് പറഞ്ഞ് അമ്മേൻ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർ തയ്യാറാ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുക, ഞാൻ നിനക്ക് മുമ്പാകെ പോകും. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിൻ്റെ ആദ്യത്തെ വാഗ്ദത്തമാണ്, ദുർഘടങ്ങളെ ഞാൻ നിനക്ക് വേണ്ടി നിരപ്പാക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മുമ്പേ പോയാൽ അവൻ നമുക്ക് വേണ്ടി ദുർഘടങ്ങളെ നിരപ്പാക്കും. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ എന്ത് മല പോലുള്ള പ്രശ്നമായിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് മാറ്റുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന എന്ത് പ്രതികൂലമായിക്കോട്ടെ, കർത്താവ് പറയുക, ഞാൻ നിങ്ങളുടെ മുമ്പേ പോയി ദുർഘടങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിരപ്പാക്കും. ആമേൻ. ഹല്ലേലൂയ. അമ്മേ, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളെ നിരപ്പാക്കുന്ന, അമ്മേൻ അതിനെ ഇല്ലാതാക്കുവാൻ കഴിയുന്ന. ഹല്ലേലൂയ. നിങ്ങളും ചിന്തിച്ച്, നിങ്ങൾ യാത്ര പുറപ്പെട്ട് മുന്നമേ പോകുമ്പോൾ അമ്മേൻ അല്പദൂരം കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് കയറി ചെല്ലുവാൻ, അല്ലെങ്കിൽ അമ്മേൻ ഈ യാത്രയ്ക്ക് തടസ്സമായിട്ടൊരു വലിയ വിഷയം അല്ലെങ്കിൽ ഒരു വലിയ മല നിൽക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഉടനെ നിങ്ങളുടെ ബുദ്ധിയിലാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെ ഈ മല കയറി അപ്പുറത്തേക്ക് ചെല്ലാം? അങ്ങനെയാ സാധാരണ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുക. ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിഷയത്തെ അതിജീവിച്ച് എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, ഹല്ലേലൂയ, എങ്ങനെ ഈ വിഷയത്തെ തരണം ചെയ്യാം, ഹല്ലേലൂയ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ദൈവം നിങ്ങളോട് പറയുന്ന വാഗ്ദത്തം, അമ്മേ ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയാൽ, ഹല്ലേലൂയ, നിങ്ങൾ ആ വിഷയത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ആ വിഷയത്തെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഇല്ലാതെയാക്കും. അങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിഷയത്തിൽ അമ്മേ ഞാൻ അവിടെ നിരപ്പായ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നു? എത്ര പേർ കർത്താവിനോട് പറയും, കർത്താവെ ഇത്ര നാളും ഞാൻ മുന്നമേ പോയി, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എന്നാൽ ഇനി അത് വേണ്ട, എൻ്റെ ദൈവം എനിക്ക് മുൻപേ പോകണമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് എനിക്ക് മുമ്പേ പോകുന്നത് കൊണ്ട് ദുർഘടങ്ങളെ അവൻ എനിക്ക് വേണ്ടിയിട്ട് നിരപ്പാക്കും. ഹല്ലേലൂയ. എന്നാൽ അതുമാത്രമല്ല, അടുത്ത ഭാഗം നാം കാണുന്നു, അമ്മേൻ അവൻ നമുക്ക് വേണ്ടിയിട്ട് താമ്രവാതിലുകളെ തകർക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മേൻ. ഇന്നത്തെ കാലത്തൊക്കെ ഹല്ലേലൂയ ഫൈബറിൻ്റെ വാതിലുകളൊക്കെ നമുക്ക് കിട്ടും, തടി കൊണ്ടുള്ള വാതിലുകളൊക്കെ കിട്ടും. ഇതൊക്കെ അത്യാവശ്യം നമ്മുടെ സ്വന്തം ബലം കൊണ്ട് തകർത്ത് നമുക്ക് അകത്തോട്ടൊക്കെ കയറാൻ കഴിയും. എന്നാൽ ഇവിടെ വചനം പറയുന്നു, അവൻ താമ്രവാതിലുകളെ തകർക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അമ്മേ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന, ഒരിക്കലും ഹല്ലേലൂയ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന താമ്രം പോലെ അമ്മൻ കടുപ്പമേറിയ വിഷയമാണെങ്കിലും അമ്മൻ എൻ്റെ ദൈവം നിങ്ങളോട് പറയുക, ഞാൻ താമ്രവാതിലുകളെ തകർക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചു, ഹല്ലേലൂയ, അമ്മേ ദൈവം നമ്മുടെ
വലങ്കൈ പിടിച്ചാൽ ഹല്ലേലൂയ ആമേൻ അടഞ്ഞ വാതിലുകൾ ആമേൻ നമ്മുടെ മുൻപിൽ തുറക്കും, വീണ്ടും അത് അടയാതെ ആമേൻ ഹല്ലേലൂയ ആ വാതിലിൽ നിൽക്കുമെന്ന്. എന്നാൽ ഹല്ലേലൂയ കർത്താവ് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ആമേൻ ചില വാതിലുകളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തകർത്തു മാറ്റുകയാണ്. അമ്മേൻ ഒരു പക്ഷേ നിങ്ങളുടെ മുൻപിൽ ഏതെങ്കിലും വാതിലുകൾ അമ്മൻ തുറക്കപ്പെട്ട് നിങ്ങൾ അതിലൂടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ പിശാചിന്റെ നോട്ടം എന്താണെന്ന് അറിയാമോ? ഇനി ഈ വാതിൽ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ അടയ്ക്കാം എന്ന് പറഞ്ഞ് അവൻ അമ്മേൻ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ കർത്താവ് പറയാ അവന്റെ നോട്ടം പോലും ഹല്ലേലൂയ നിങ്ങളുടെ മേൽ വരാത്ത വിധത്തിൽ അമ്മേൻ ചില വാതിലുകൾ അവൻ തകർത്തു മാറ്റുകയാ. അമ്മേൻ ആ വഴി എന്നേക്കും നിങ്ങൾക്കൊരു വഴിയായി മാറേണ്ടതിന്, ആ വാതിൽ എപ്പോഴും നിങ്ങളുടെ മുൻപിൽ ഹല്ലേലൂയ തുറന്നിരിക്കേണ്ടതിന് ചിലതിനെ കർത്താവ് തകർത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റുകയാ. അമ്മേ ഒന്നും അമ്മേ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ചില താമ്ര വാതിലുകളെ തകർത്ത് എനിക്ക് വേണ്ടിയിട്ട് ചില വഴികളെ കർത്താവ് ഒരുക്കുകയാ. ഹല്ലേലൂയ എന്താണോ നിങ്ങളുടെ സ്വന്തം ബലത്താൽ കഴിയാത്തത് അതിപ്പോൾ തന്നെ ഒന്ന് അമ്മേ ഏൽപ്പിച്ചു കൊടുത്തേ. അമ്മേ ഹല്ലേലൂയ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ അമ്മേ നിങ്ങൾക്ക് അമ്മേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയത്തില്ല ദൈവമക്കളെ. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുന്നമേ പോകുന്നുവെങ്കിൽ താമ്രം പോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുൻപാകെ അമ്മേൻ ഹല്ലേലൂയ തകർന്നു പോകാൻ പോവുക. അമ്മേൻ നിങ്ങൾക്കൊന്ന് പറയാമോ? എൻ്റെ കർത്താവ് ഹല്ലേലൂയ അമ്മേ ചില ദുർഘടങ്ങളെ എനിക്ക് വേണ്ടിയിട്ട് നിരപ്പാക്കുക. അത് മാത്രമല്ല താമ്രവാതിലുകളെ അവൻ എനിക്ക് വേണ്ടിയിട്ട് തകർത്ത് കളയുക. ഹല്ലേലൂയ അത് മാത്രമല്ല അമ്മേൻ വചനം പറയുന്നു അമ്മേൻ അവൻ ഇരുമ്പോടാമ്പലുകളെ മുറിക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ അമ്മേ നിങ്ങൾ ഒന്ന് കരങ്ങളെ തട്ടി നിങ്ങളുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? അമ്മേ നിങ്ങളുടെ മുൻപിലുള്ള അമ്മേൻ ഇരുമ്പ് പോലുള്ള എന്ത് വിഷയമാണെങ്കിലും എന്ത് ഇരുമ്പോടാമ്പലാണെങ്കിലും അതിനെ ഖണ്ഡിക്കുന്ന, അതിനെ തകർത്ത് കളയുന്ന, അതിനെ മുറിക്കുന്ന ഒരു സർവശക്തനായ സർവശക്തിയുള്ള ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ ഒന്ന് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ ദൈവത്തെ ഒന്ന് മുന്നേ പോകാൻ അനുവദിക്കാമോ? ഹല്ലേലൂയ അമ്മേൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മേൻ ചില യൂത്ത് അമ്മേൻ യുവജനങ്ങളെ അമ്മേൻ നിങ്ങൾ ഇപ്പോൾ അമ്മേൻ ദൈവത്തെ ആരാധിക്കുന്നവരാ, ദൈവത്തെ സേവിക്കുന്നവരാ. എന്നാൽ അമ്മേൻ നിങ്ങൾ അമ്മേൻ ഹല്ലേലൂയ പല വിഷയങ്ങളിലും നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ചാടി ഇറങ്ങി കുഴപ്പത്തിലായി നിൽക്കുക. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് അമ്മേൻ നിങ്ങളുടെ തെറ്റുകളെ ഒന്ന് കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കർത്താവേ ഇനി അമ്മേൻ ഞാൻ എൻ്റെ ബുദ്ധിയിലല്ല, അങ്ങേ ഞാൻ മുന്നമേ പോകാൻ അനുവദിക്കുകയാണ്. ആമേൻ അവൻ മുന്നമേ പോയാൽ ഹല്ലേലൂയ നമുക്ക് ധൈര്യമായിട്ടും ഹല്ലേലൂയ അവൻ്റെ പിന്നാലെ പോകാൻ കഴിയും. കാരണം നമ്മുടെ ശക്തനായ ദൈവം നമ്മുടെ മുമ്പേ പോയാൽ അമ്മേൻ ചില താമ്രവാതിലുകളെ അവൻ തകർക്കും. നമ്മുടെ സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പേ പോയാൽ അവൻ നമുക്ക് വേണ്ടി ചില താമ്രവാതിലുകളെ തകർക്കും, ചില ഇരുമ്പോടാമ്പലുകളെ അവൻ നമുക്ക് വേണ്ടി ഖണ്ഡിക്കും. അതുമാത്രമല്ല നമുക്ക് വേണ്ടിയിട്ട് ചില ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും. ഹല്ലേലൂയ അവൻ കൂടെ വരുന്ന ദൈവം, അവൻ നിങ്ങളുടെ വലങ്കൈക്ക് പിടിക്കുന്ന ദൈവം, അവൻ നിങ്ങളുടെ മുമ്പേ നടക്കുന്ന ദൈവം. ഹല്ലേലൂയ അത് മാത്രമല്ല യെശയ്യാ 45 അധ്യായം അതിൻ്റെ 14 വചനം ഇങ്ങനെ പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രയീമിൻ്റെ അധ്വാന ഫലവും കൂശിൻ്റെ വ്യാപാര ഫലവും ദീർഘകായന്മാരായ സെബായരും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിനക്ക് കൈവശമാകും. അവർ നിന്റെ പിന്നാലെ നടക്കും, ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും. അവർ നിന്നെ വണങ്ങി നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്നിങ്ങനെ പറഞ്ഞു നിന്നോട് യാചിക്കുമെന്ന്. ഹല്ലേലൂയ അമ്മേൻ ഇവിടെ നാം കാണുന്നു മധ്യേ വസിക്കുന്നവനായ മധ്യേ ഉള്ളവനായ ഒരു ദൈവത്തെ. ഹല്ലേലൂയ അമ്മേൻ നിങ്ങളുടെ മധ്യേ ദൈവമുണ്ടെങ്കിൽ ഹല്ലേലൂയ ജാതികളുടെ സർവ്വ നന്മകളും നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളെ തേടി വരും. കാരണം എന്തെന്നറിയാമോ? അമ്മേൻ നാം അമ്മേൻ ഹല്ലേലൂയ വിശ്വസിക്കുന്ന ദൈവം, നമ്മുടെ മധ്യേ വസിക്കുന്നവനായ ദൈവം അമ്മേൻ ഹല്ലേലൂയ അവൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവത്തിന്റെ ഉടയവനും അധിപതിയും ആകുന്നത് കൊണ്ട് അവൻ ഉള്ളിടത്ത് സകല നന്മകളും നിക്ഷേപങ്ങളും അവനെ തേടി വരും. ഹല്ലേലൂയ മാത്രമല്ല അമ്മേൻ ഹല്ലേലൂയ അങ്ങനെയുള്ള ജനങ്ങൾ അന്യ ജനങ്ങൾ നിന്റെ അടുക്കൽ വന്ന് അവർ നിനക്ക് കൈവശമാകും എന്ന് അമ്മേൻ ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നിങ്ങനെ പറയും. ഹല്ലേലൂയ നോക്കിക്കേ അമ്മേൻ ദൈവം നിങ്ങളുടെ മധ്യേ വസിക്കുന്നുവെങ്കിൽ അമ്മേൻ ഹല്ലേലൂയ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്ത ഏത് ജാതിയും ജനതയുമായാലും അവർ അമ്മേൻ നിങ്ങളുടെ അടുക്കൽ വണങ്ങിക്കൊണ്ട് വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അമ്മേൻ ഹല്ലേലൂയ നിങ്ങൾ ഒരിക്കലും അമ്മേൻ ഹല്ലേലൂയ അവരുമായിട്ടൊരു കോംപ്രമൈസിന് തയ്യാറാകുന്നതല്ല. അമ്മേൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നവനായ ദൈവത്തോട് കൂടെ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മധ്യേ വസിക്കുവാൻ ഈ ദൈവത്തെ നിങ്ങൾ അനുവദിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ജാതികൾ
വണങ്ങി നിങ്ങളോട് കൂടെ ദൈവമുണ്ട് എന്ന് ഇട്ടവരായി അവർ കടന്നു വരും. അവർ നിന്നെ വണങ്ങി നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്നിങ്ങനെ പറഞ്ഞു നിന്നോട് യാചിക്കുമെന്ന്. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ നാം കാണുന്നു മധ്യേ വസിക്കുന്നവനായ, മധ്യേ ഉള്ളവനായ ഒരു ദൈവത്തെ. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ മധ്യേ ദൈവമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ജാതികളുടെ സർവ്വ നന്മകളും നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളെ തേടി വരും. കാരണം എന്തെന്നറിയാമോ? ആമേൻ. നാം ആമേൻ ഹല്ലേലൂയ വിശ്വസിക്കുന്ന ദൈവം, നമ്മുടെ മധ്യേ വസിക്കുന്നവനായ ദൈവം, ആമേൻ ഹല്ലേലൂയ, അവൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവത്തിന്റെ ഉടയവനും അധിപതിയും ആകുന്നത് കൊണ്ട് അവൻ ഉള്ളിടത്ത് സകല നന്മകളും നിക്ഷേപങ്ങളും അവനെ തേടി വരും. ഹല്ലേലൂയ. മാത്രമല്ല ആമേൻ ഹല്ലേലൂയ, അങ്ങനെയുള്ള ജനങ്ങൾ, അന്യ ജനങ്ങൾ നിന്റെ അടുക്കൽ വന്ന് അവർ നിനക്ക് കൈവശമാകും എന്ന് ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്നിങ്ങനെ പറയും. ഹല്ലേലൂയ. നോക്കിക്കേ, അമ്മേൻ, ദൈവം നിങ്ങളുടെ മധ്യേ വസിക്കുന്നുവെങ്കിൽ അമ്മേൻ ഹല്ലേലൂയ, നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്ത ഏത് ജാതിയും ജനതയുമായാലും അവർ അമ്മേൻ നിങ്ങളുടെ അടുക്കൽ വണങ്ങിക്കൊണ്ട് വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അമ്മേൻ ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും അമ്മേൻ ഹല്ലേലൂയ അവരുമായിട്ടൊരു കോംപ്രമൈസിന് തയ്യാറാകുന്നതല്ല. അമ്മേൻ, നിങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നവനായ ദൈവത്തോട് കൂടെ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മധ്യേ വസിക്കുവാൻ ഈ ദൈവത്തെ നിങ്ങൾ അനുവദിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, ജാതികൾ വണങ്ങി നിങ്ങളോട് കൂടെ ദൈവമുണ്ട് എന്ന് അവർ പറയും. അമ്മേൻ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിലെ കാര്യമോ അമ്മേൻ, നിങ്ങളുടെ സഭയ്ക്കകത്തുള്ള കാര്യങ്ങളോ, നിങ്ങളുടെ ദേശത്തിലെ കാര്യമോ, നിങ്ങൾ ഇടപെടുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ദൈവം ഇതിൻ്റെ മധ്യത്തിലുണ്ടോ എന്ന്? അമ്മേൻ. ദൈവത്തെ നിങ്ങളുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ, നിങ്ങളുടെ എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ ദൈവത്തെ വസിക്കുവാൻ അനുവദിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിങ്ങളുടെ മധ്യത്തിൽ വസിച്ചാൽ ഹല്ലേലൂയ, മറ്റുള്ളവർ പോലും വണങ്ങി നിന്നോട് കൂടെ ദൈവമുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. മാത്രമല്ല അമ്മേൻ, യെശയ്യാ 46-ാം അധ്യായം ഹല്ലേലൂയ, അതിൻ്റെ അമ്മേൻ ഹല്ലേലൂയ 4-ാമത്തെ വാക്യം പറയുക. അമ്മേൻ ഹല്ലേലൂയ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യുമെന്ന്. ഹല്ലേലൂയ. അവൻ നമ്മെ ചുമക്കുന്ന ദൈവം. ആമേൻ. അവൻ അനന്യനായ ദൈവമാണ്. അനന്യൻ എന്ന് പറഞ്ഞാൽ അവൻ മാറത്തില്ല. ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. എന്നെ കാണുന്ന വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാവേ, പിതാവേ, അമ്മേൻ, നിങ്ങളെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം, നിങ്ങളെ അമ്മേൻ ആരും കരുതുന്നില്ല എന്നൊരവസ്ഥയിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ഈ പ്രായത്തിലും നിങ്ങളെ കരുതുന്ന, നിങ്ങളെ ചുമക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, മാറ്റമില്ലാത്ത അനന്യമായ സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നിങ്ങളെ കൈവിടത്തില്ല, അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഇന്നും ആദ്യ സ്നേഹത്തോടു കൂടെ നിങ്ങൾ ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ അമ്മ മുതൽ നിങ്ങളെ കണ്ട് ഗർഭാശയത്തിൽ വെച്ച് തന്നെ നിങ്ങളെ ചുമക്കുന്ന ദൈവം 60, 70, 80 അമ്മ 100 വയസ്സായാലും ശരി, അവൻ നിങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യവനത്തിലായിരിക്കുന്ന അമ്മേൻ ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഞാൻ പറയട്ടെ, ഒരു പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാത്ത മേഖലകൾ അമ്മേൻ നിങ്ങളുടെ മാതാപിതാക്കൾ അറിയുന്നില്ലായിരിക്കാം. എന്നാൽ നിന്നെ ചുമക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ വഹിക്കുന്ന യേശു പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു എന്ന്. ഹല്ലേലൂയ. അവൻ നിങ്ങളെ ചുമക്കുന്ന ദൈവമാ. അമേൻ. അവൻ നിങ്ങളെ ചുമന്ന് നടക്കുന്ന അമേൻ ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ അമ്മേൻ നിങ്ങളോട് പറയാം, നീ എനിക്കൊരു ഭാരമാണെന്ന്. ഒരു പക്ഷേ മാതാപിതാക്കളെ മക്കൾ നിങ്ങളോട് പറയാം, അമ്മേൻ, നിങ്ങൾ അവർക്കൊരു ഭാരമാണെന്ന്. നിങ്ങൾ അമ്മേൻ ഒരു ഭാരമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു, അമ്മേൻ, ഈ ചുമടിനെ ഞാൻ ചുമക്കുന്നു, ഞാൻ നിങ്ങളെ ചുമക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. അവൻ നിങ്ങളോട് പറയുന്നു, അമ്മേൻ, നിങ്ങൾ ഭാരപ്പെടേണ്ട, അമ്മേൻ, അവൻ നിങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഭാരമായിരിക്കാം, എന്നാൽ എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ നിങ്ങളൊരു ഭാരമല്ല. നിങ്ങൾ അമ്മേൻ അവനൊരു ആനന്ദമാണ്, അവനൊരു സന്തോഷമാണ് നിങ്ങൾ. അതുകൊണ്ട് ഏത് അവസ്ഥയിലും അമ്മേൻ നിങ്ങളെ ചുമക്കുന്ന, നിങ്ങളെ വഹിക്കുന്ന ഹല്ലേലൂയ അമ്മേൻ ഒരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അമ്മേൻ. രോഗാവസ്ഥയിൽ അമ്മേൻ മറ്റുള്ളവർക്കൊരു ഭാരമാണെന്ന് ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ കരുതുന്നു. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെയും അമ്മേൻ ഹൃദയത്തിൻ്റെ അമ്മേൻ ഹല്ലേലൂയ അസ്വസ്ഥതകളെയും എല്ലാം ദൈവം അറിയുന്നു. അവൻ നിങ്ങളെ ചുമക്കും.
നിങ്ങൾ ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ ചുമക്കാം എന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഒരു ഭാരമായിട്ടല്ല. അവൻ നിങ്ങളെ സ്നേഹത്തോടും അവൻ്റെ നിത്യമായ ദയയിലും കരുണയിലും അവൻ നിങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വീണ്ടും ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. 139 സങ്കീർത്തനം അതിൻ്റെ 5 വചനം പറയുന്നു. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഒരു മനോഹരമായ സങ്കീർത്തനമാണ്. ദാവീദ് ഇങ്ങനെയാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്: അവൻ മുമ്പും പിമ്പും എന്നെ അടച്ച് അവൻ്റെ കരം എൻ്റെ മേൽ വെച്ചിരിക്കുന്നുവെന്ന്. ഓ ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വചനം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം എന്തെന്നില്ലാത്ത ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ആർദ്രതയും കൊണ്ട് നിറഞ്ഞു. എനിക്കറിയത്തില്ല ഞാൻ വീണ്ടും വീണ്ടും ഈ വചനം എത്ര തവണ വായിച്ചുവെന്ന്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. മുമ്പും പിമ്പും നമ്മെ അടച്ചിട്ട് തൻ്റെ കരം കൊണ്ട് നമ്മെ മറയ്ക്കുന്ന ഒരു ശക്തനായ ദൈവം. ഇത് ഞാൻ പറയുമ്പോൾ ചിലവരിൽ നിന്നൊക്കെയും ചില മരണ ഭയങ്ങൾ നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ, നിങ്ങൾ സ്നാനപ്പെട്ടവരാ, എന്നാൽ പല വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തെന്നില്ലാത്ത ചില മരണ ഭയങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരുതൽ എങ്ങനെയാണെന്ന് അറിയാമോ? മുമ്പേ അവൻ്റെ കരമുണ്ട്, പിമ്പേ അവൻ്റെ കരമുണ്ട്, എന്നാൽ മുകളിലും അവൻ്റെ കരമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം അതിരാവിലെ എൻ്റെ പ്രാർത്ഥനയിൽ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് എൻ്റെ ചിന്തയിൽ ഞാനൊന്ന് കൊണ്ടുവരാൻ നോക്കി. എങ്ങനെയായിരിക്കും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഇങ്ങനെ മുമ്പും പിമ്പും അടച്ച് കരമൊന്ന് മുകളിൽ വയ്ക്കാൻ കഴിയുന്നത്? ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു, കർത്താവെ, ഇതെൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല, ഇതെനിക്ക് അത്യത്ഭുതമാണെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദാവീദും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 131 സങ്കീർത്തനോട് ചേർന്നെടുത്ത് അതിൻ്റെ 5 വചനം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ദാവീദ് പറയുക, ഇത് എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയാവുന്നതിലും അപ്പുറമാകുന്നു, ഇതെൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിലും വലുതാകുന്നുവെന്ന്. ഹല്ലേലൂയ. ഈ ദാവീദ് തന്നെ, ദാവീദിൻ്റെ പല സങ്കീർത്തനങ്ങളിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിലൂടെ നടത്തിയതൊക്കെയും വർണ്ണിക്കുകയും വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദാവീദ് ഹല്ലേലൂയ പറയുക, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിലൂടെ നടത്തി, മന്ന കൊണ്ടവരെ പോഷിപ്പിച്ചു. ചെങ്കടൽ, ഹല്ലേലൂയ, അവർ ഹല്ലേലൂയ ചെങ്കടലിലൂടെ വരും വഴിയെന്നതുപോലെ നടന്നു, യോർദാൻ അവരുടെ മുൻപിൽ പിൻവാങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത സകല അത്ഭുതങ്ങളെയും വർണ്ണിക്കുന്ന ദാവീദ് ആ അത്ഭുതങ്ങളെക്കാളും ഒക്കെ അത്യഗാധമായിട്ട് പറയുക, ഈ ചിന്ത, ഈ മുമ്പും പിമ്പും ദാവീദിനെ മൂടി ഹല്ലേലൂയ അടച്ചു സൂക്ഷിക്കുന്ന ഈ ചിന്ത അവന് അത്യത്ഭുതമാണെന്ന്. ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ ആശ്ചര്യകരമായ ഒരു ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരുതല. ഇന്ന് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സാധാരണമായ ഒരു അത്ഭുതത്തിലല്ല നിങ്ങൾ അത്ഭുതപ്പെടേണ്ടത്. ഈ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അത്ഭുതവും ആഗ്രഹവും, അതായത് നിങ്ങളുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമാണ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ ചിന്തകൾക്ക് ഇത് അത്ഭുതമാണെങ്കിൽ ദൈവപൈതലേ, നിങ്ങളുടെ ജീവിതത്തിലും ഈ ചിന്ത അത്യത്ഭുതമാകേണ്ടിയിരിക്കുന്നു. ഞാനൊന്ന് പറയട്ടെ, മുമ്പും പിമ്പും നിങ്ങളെ അടച്ച് നിങ്ങളുടെ മേൽ കരം വെച്ച് നിങ്ങളെ സൂക്ഷിക്കുന്ന, നിങ്ങളെ കരുതുന്ന ഒരു നല്ല ദൈവം നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവമേ, അതെ, ഈ ചിന്ത എനിക്ക് അത്യത്ഭുതമാണ്. ഹല്ലേലൂയ. ഇതെൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്നതിലും അപ്രമേയമാണെന്ന് നിങ്ങൾ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവം നിങ്ങളെ വിശേഷവിധമായിട്ട് വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര വെളിപ്പാടുണ്ടെങ്കിലും, നിങ്ങൾ ഏത് വെളിപ്പാട്, ഏത് റെവലേഷനിൽ നിങ്ങൾ ഏത് ബോധ്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ഹല്ലേലൂയ മുഖ്യമായ വിഷയം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ബോധ്യത്തിൽ ജീവിക്കുവാൻ കഴിയും? ഞാൻ പറയാം, ഇനി പിശാചിന് നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. ഈ ബോധ്യത്തിൽ നിങ്ങൾ നടക്കുന്നുവെങ്കിൽ ഒരിക്കലും പിശാചിന് നിങ്ങളെ വീണ്ടും ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. എന്നോട് കൂടെ ചേർന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഈ വിശേഷവിധമായ കരുതലിനെ ഒന്ന് പറയാമോ? ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നോട് കൂടെ നടക്കുന്ന ദൈവമാ, എൻ്റെ ദൈവം എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന ദൈവമാ, എൻ്റെ ദൈവം എൻ്റെ മുമ്പേ നടക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഈ ദൈവം എൻ്റെ മധ്യേ വസിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഈ ദൈവം എന്നെ ചുമക്കുന്ന, എന്നെ നരയോളം ചുമക്കുന്ന ദൈവമാ. ഇതെല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട്
മുമ്പും പിമ്പും എന്നെ അടച്ച് ഹല്ലേലൂയ തൻ്റെ കരം എൻ്റെ മേൽ വെച്ച് എന്നെ അമ്മൻ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ലോകത്തിൽ സർവ്വ ജനതകളിലും വെച്ച് ഇങ്ങനെ ഒരു ദൈവത്തെ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ ഭാഗ്യമുള്ള ജനമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ലോകത്തിൽ ആർക്കും കിട്ടാത്ത പ്രൊട്ടക്ഷൻ ഈ ലോകത്തിലെ മന്ത്രിമാർക്കും ഈ ലോകത്തിലെ വിശിഷ്ട വ്യക്തികൾക്കും ഒക്കെ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാൽ എൻ്റെ ദൈവജനമേ, മുമ്പും പിമ്പും അടച്ച് അമ്മൻ കരം മുകളിൽ വെച്ച് സൂക്ഷിക്കുന്ന ഇങ്ങനെയൊരു കരുതലും പ്രൊട്ടക്ഷനുമുള്ള വേറൊരു ജനമില്ല. ഇപ്പോൾ തന്നെ ദൈവജനം ചാടി എഴുന്നേറ്റ് സന്തോഷിച്ച് പറഞ്ഞാട്ടെ, എന്നെ ഇത്രമേൽ കരുതുന്ന, ഇത്രമേൽ എന്നെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഈ ഭൂമിയിലെ ഒന്നിനും ഒരു പിശാചിൻ്റെ ഹല്ലേലൂയ തന്ത്രങ്ങൾക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ല. കാരണം അത്രമേൽ ഞാൻ സുരക്ഷിതനാണെന്ന്. ഹല്ലേലൂയ. നാം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഇപ്പോൾ നിങ്ങളെ അമ്മൻ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ആ ചിന്തകളെ മാറ്റിവെച്ച് ഈ ചിന്തയൊന്ന് നിങ്ങളെ ഭരിക്കുവാൻ തുടങ്ങിയാട്ടെ. നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്താട്ടെ, ദൈവം നിങ്ങളുടെ മുമ്പേ നടക്കുന്നു, നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ മധ്യേ വസിക്കുന്നു, അമ്മേ നിങ്ങളെ ചുമക്കുന്നു, നിങ്ങളെ മുമ്പും പിമ്പും അടച്ച് സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. നാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകാൻ നിങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ടെ. സർവശക്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനന്യനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളെ ഇത്രമേൽ കരുതുന്നവനാവുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ മുമ്പേ നടക്കുന്ന ദൈവമാവുന്നതുകൊണ്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മുമ്പേ നടക്കുന്നത് കൊണ്ട് അമ്മേ ഞങ്ങളുടെ ദുർഘടങ്ങളെ അങ്ങ് നിരപ്പാക്കും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താമ്ര വാതിലുകളെ ഉടയ്ക്കാൻ അങ്ങ് ശക്തനാ. അമ്മേൻ കർത്താവായ യേശുവേ, അത് മാത്രമല്ല അങ്ങ് ഞങ്ങളുടെ മധ്യേ വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇനി ജാതികളുടെ ഒരു വിഷയത്തിലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. അമ്മേൻ അങ്ങ് ഞങ്ങളുടെ മധ്യേ വസിക്കുന്നുവെങ്കിൽ ജാതികൾ വന്ന് വണങ്ങിക്കൊണ്ട് ഞങ്ങളോട് കൂടെ ദൈവമുണ്ട് എന്ന് അവർ പറയത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അങ്ങ് ശക്തനാകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളെ നരയോളം ചുമക്കുന്ന ദൈവമാകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാണെന്ന് തോന്നുന്നുവെങ്കിൽ എന്നാൽ അമ്മേൻ ഹല്ലേലൂയ അങ്ങ് ഞങ്ങളെ സന്തോഷത്തോടെ ചുമക്കുന്ന അമ്മേൻ താങ്ങിക്കൊള്ളുന്ന നല്ല ദൈവമാവുന്നതുകൊണ്ട് സ്തോത്രം. ഇപ്പോൾ ആരെല്ലാം ഭാരത്തോടുകൂടെ, ദുഃഖത്തോടുകൂടെ, വേദനയോടുകൂടെ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ എന്നെ കേൾക്കുന്നുവോ, ഇപ്പോൾ തന്നെ ആ അമ്മേൻ അവരെ ചുമക്കുന്ന താങ്ങുന്ന ആ ദൈവകരത്തിൻ്റെ കരുതൽ അവർ അനുഭവിച്ചറിയട്ടെ. അപ്പാ, അങ്ങ് മുമ്പും പിമ്പും ഞങ്ങളെ അടച്ച് അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നു എന്നുള്ള ഈ ബോധ്യം അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിപ്പാടായിട്ട് ഞങ്ങൾക്ക് മാറട്ടെ കർത്താവേ. ദാവീദിന്റെ ബുദ്ധിയിൽ ഇത് ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അത്ര അത്ഭുതമായി മാറിയെങ്കിൽ ഇന്ന് ആരെല്ലാം ഈ TV പ്രോഗ്രാം കാണുന്നുവോ കേൾക്കുന്നുവോ അവർക്ക് അമ്മൻ ഈ വെളിപ്പാട് അവരുടെ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധം അവരുടെ അമ്മൻ ഹല്ലേലൂയ പരിജ്ഞാനത്തെ കവിയുന്ന ഈ ദൈവസ്നേഹത്തെ ഗ്രഹിക്കാൻ അവർക്ക് അമ്മേൻ അങ്ങ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇവർ അങ്ങയുടെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കട്ടെ കർത്താവേ. ഇവർ അങ്ങയുടെ സ്നേഹത്തിൽ മറയപ്പെട്ടിരിക്കട്ടെ കർത്താവേ. ഇവർ അമ്മേ ദൈവം കൂടെയുണ്ട്, ദൈവം വഴി നടത്തുന്നു, ദൈവം കരുതുന്നു, ദൈവം എന്നെ അത്രമേൽ സംരക്ഷിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നടക്കുന്നവരായി മാറട്ടെ. ഇവർ സാത്താന്റെ പ്രവൃത്തികളെ ജയിക്കുന്നവരായി മാറട്ടെ. അങ്ങയുടെ കരുതലുള്ള സന്തോഷത്തിൽ ആനന്ദിക്കുന്നവരായി മാറട്ടെ. അത് പറഞ്ഞ് ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ വചനം ഇവരുടെ അമ്മ ദേഹം ദേഹി ആത്മാവിൽ അമ്മൻ ഒരു പുതുജീവനും പുതുബലവും പകരുന്ന വചനമായി മാറട്ടെ. അത് പറഞ്ഞ് ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കരുതലും കാവലും ഇവരുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഈ എപ്പിസോഡ് കഴിഞ്ഞാലും നിങ്ങൾ ഈ ഓരോ വചനങ്ങളും എടുക്കണം, വായിക്കണം, പോകുന്ന വഴിയിലൊക്കെയും പറയണം. അവൻ എൻ്റെ ദൈവം എൻ്റെ മുമ്പേ നടക്കുന്നു, അവൻ എൻ്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു, അവൻ മുമ്പും പിമ്പും എന്നെ അടച്ച് അവൻ്റെ കരം എൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ മധ്യേ വസിക്കുന്നു, അവൻ എന്നെ ചുമക്കുന്നു. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ തന്നെ നിങ്ങളെ കവർ ചെയ്തിരിക്കുന്ന ദൈവസാന്നിധ്യം നിങ്ങൾക്ക് എപ്പോഴും അനുഭവിക്കാൻ കഴിയും. ഗോഡ് ബ്ലസ് യു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നമ്മൾ സ്പെഷ്യൽ ആരാധന നടത്തുന്നുണ്ട്. അതുമാത്രമല്ല എല്ലാ മാസത്തിൻ്റെയും ഒരു ദിവസത്തിൽ നാം മൂന്നാറിലുള്ള ഗിൽഗാൽ ഹാളിൽ വെച്ച് ഒരു സ്പെഷ്യൽ ഡെലിവറൻസ് മീറ്റിംഗ് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്കിതിലെല്ലാം പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പർ വഴി ഞങ്ങളെ കോൺടാക്ട് ചെയ്യട്ടെ. ഒരിക്കലും പിരിയാത്ത ദൈവസ്നേഹത്തിൽ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.